ദൈവതിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് ദൈവത്തെ വാഴ്ത്തുന്നു. മഹാദൈവത്തിൻ്റെ കരുണയാൽ ഒരു പ്രഭാതം കൂടെ, ഒരു ദിവസം കൂടി കാണാൻ കർത്താവ് നമ്മെ അനുവദിച്ചു. ഈ നല്ല ദിവസത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നേ ദിവസം നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അനുഗ്രഹങ്ങളും സമാധാനവും നന്മയും ഐശ്വര്യവും എല്ലാം സർവശക്തൻ നൽകട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ദൈവവചന കേൾവിക്ക് വേണ്ടി താല്പര്യം കാണിക്കുന്നവർക്ക് സ്വർഗീയമായിരിക്കുന്ന സകലവിധ സംരക്ഷണയും ലഭിക്കട്ടെ. അത് കേട്ട് അതനുസരിക്കുന്നവർക്കുള്ള സകല നന്മയും നിങ്ങൾക്കുണ്ടാകട്ടെ എന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടും നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ സ്നേഹാഭിവാദനങ്ങൾ അറിയിപ്പിച്ചുകൊണ്ട്, രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന ദൈവത്തിന് സകല പുകഴ്ചയും മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും എല്ലാം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. മലാക്കി പ്രവചനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചേൽപ്പിക്കാം. മലാക്കി പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലേ നമ്മെ സൃഷ്ടിച്ചത്. നമ്മുടെ പിതാക്കന്മാരുടെ നിയമത്തെ അശുദ്ധമാക്കേണ്ടതിന് നാം അന്യോന്യം ദ്രോഹം ചെയ്യുന്നത് എന്തിന്? നമ്മുടെ പിതാക്കന്മാരുടെ നിയമത്തെ അശുദ്ധമാക്കേണ്ടതിന് ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നത് എന്തിന്? മലാക്കി പ്രവചനം ഒരു വട്ടമെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ വായിച്ചിട്ടുള്ളവർക്കറിയാം, ഈ പ്രവചനത്തിനകത്ത് ദൈവത്തിൻ്റെ ജനം, പഴയ നിയമ വിശുദ്ധന്മാർ, അവരുടെ വേദപുസ്തക ചരിത്രത്തിലെ ഒരു ലാസ്റ്റ് പ്രവചന പുസ്തകമാണല്ലോ മലാക്കി പ്രവചനം. മലാക്കിയുടെ കാലമായപ്പോഴേക്കും ഇസ്രായേൽ ജനം, അഥവാ ദൈവത്തിൻ്റെ ജനം, അവർ ചെയ്യുന്ന കുറ്റങ്ങളൊന്നും അവർക്ക് കുറ്റമായി തോന്നുന്നില്ല. ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ്. ഒരു തെറ്റ് ചെയ്തിട്ട്, ഒരു പാപം ചെയ്തിട്ട്, നമ്മുടെ ഭാഗത്തുനിന്നൊരു വീഴ്ച വന്നിട്ട്, ഒരകൃത്യം നമ്മൾ ചെയ്തിട്ട് അത് കുറ്റമായിട്ട് പാപമായിട്ട് തോന്നാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം. ഇവിടെ ദൈവം ഇവരോട് ചോദിക്കുന്നു പ്രവാചകനിലൂടെ, നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നില്ല, നിങ്ങളെന്നെ സ്നേഹിക്കുന്നില്ല, നിങ്ങളെന്നെ മലിനമാക്കുകയാണ്. ഇതൊക്കെ ചോദിക്കുമ്പോൾ, ഇതൊക്കെ ദൈവം പറയുമ്പോൾ ഇവർ തിരിച്ചു ചോദിക്കുക, ഞങ്ങളെന്നെ സ്നേഹിക്കാത്ത, ഞങ്ങളെന്നെ ബഹുമാനിക്കുന്നില്ലെന്ന് ഈ പറയുന്നേ, ഞങ്ങളെവിടാ നിന്നെ മലിനമാക്കിയേ? ദൈവം പറയുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നില്ല, നിങ്ങളെന്നെ മാനിക്കുന്നില്ലെന്ന് പറയുമ്പോൾ, ഞങ്ങളെന്നെ ബഹുമാനിക്കാത്ത, ഞങ്ങൾ തരേണ്ടതൊക്കെ തരുന്നില്ലേ, ഞങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നില്ലേ എന്നൊരു തരം ധാർഷ്ട്യത്തോടെ തിരിച്ചു ചോദിക്കുക. ചെയ്യുന്ന കുറ്റങ്ങൾ കുറ്റമാണെന്ന് തോന്നാത്ത ഒരു തലമുറയുണ്ടായാൽ നിങ്ങൾക്കത് ഊഹിക്കാമോ? നിങ്ങളുടെ ഓഫീസിനകത്ത്, നിങ്ങളുടെ വീട്ടിനകത്ത്, നിങ്ങളുടെ ചർച്ചിനകത്ത് ചില ആളുകളുണ്ടെന്നിരിക്കട്ടെ, അവരങ്ങ് ദ്രോഹിക്കുക. പക്ഷെ അവർക്കത് ദ്രോഹമായിട്ട് തോന്നുന്നില്ല. അവർ പറയുന്നു, ഞങ്ങൾ നിന്നെ എന്താ ചെയ്യുന്നേ പറയുന്നേ. പക്ഷെ പക്ക നമ്മുടെ അടിവേരറക്കുക. നമ്മുടെ വീട്ടിനകത്ത് നിന്നുകൊണ്ട് അപ്പനോട്, അമ്മയോട്, ജീവിത പങ്കാളിയോടൊക്കെ ക്രൂരമായിട്ട്, വളരെ മോശമായിട്ട് ഇടപെടുക. അവർ ചോദിക്കുക, ഞങ്ങളെന്താ ചെയ്യുന്ന പറയുന്നേ, ഞാനെന്താ ചെയ്തേ എന്ന് ചോദിക്കുന്നതാണ് ഏറ്റവും വലിയ മനോനൊമ്പരം. ഇത് തന്നെയാണ് മലാക്കി പ്രവചനത്തിൽ ദൈവം ഇവരോട് സംസാരിക്കുന്നത്. ഈ ജനത്തിൻ്റെ പാതകമതാണ്. മാക്സിമം ഇതിനകത്ത് വഴക്കു പറയുകയല്ല ദൈവം, മുന്നറിയിപ്പുകളുണ്ട്. പക്ഷെ ദൈവം വരെ ബോധവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. സ്നേഹത്തിൻ്റെ ഭാഷയിലാണ് മലാക്കി പ്രവചനത്തിലും ദൈവം പ്രവാചകനിലൂടെ ഇത്രയും ഗുരുതരമായ രീതിയിൽ എന്ത് ചെയ്തിട്ടും തന്നെത്താൻ ന്യായീകരിക്കുന്നവരുടെ അടുക്കൽ കോപിഷ്ഠനായൊരു ദൈവത്തെ അല്ല മലാക്കിയിൽ ഞാൻ വായിച്ചപ്പോൾ കണ്ടത്. ആ ദൈവം തൻ്റെ പ്രവാചകനിലൂടെ ചോദിച്ച ഒരു ചോദ്യമാണ് 10-ാം വാക്യം. 2 ഭാഗമാണ് 10-ാം വാക്യത്തിനുള്ളത്. ആദ്യത്തേത് ഇതാണ്, നമുക്കെല്ലാവർക്കും കൂടി ഒരു പിതാവാണുള്ളത്, നമുക്കെല്ലാവർക്കും കൂടി ഒരു ദൈവമാണുള്ളത്, ഒരു സൃഷ്ടാവാണുള്ളത്. ഇച്ചിലൂടെ ഞാൻ കടത്തി പറഞ്ഞാൽ, നമുക്കെല്ലാവർക്കും കൂടി ഒരാകാശമേ ഉള്ളൂ, നമുക്കെല്ലാവർക്കും കൂടി ഒരു ഭൂമിയേ ഉള്ളൂ, നാം എല്ലാവരും കൂടെ
വിവിധ ഗ്രഹങ്ങളിലേക്കല്ല മരിച്ചതിന് ശേഷം ചെല്ലുന്നത്, ഒരു സ്ഥലത്തേക്കാണ് ചെല്ലുന്നത്. ആബാലവൃദ്ധം ആളുകൾ ദൈവത്തിൻ്റെ മുമ്പാകെ, ദൈവങ്ങളുടെ മുമ്പാകെ നില്ല, ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. ആരാണ് ആ ദൈവം? സൃഷ്ടാവ്, പ്രപഞ്ചം സൃഷ്ടിച്ച മഹാദൈവം. കുലദൈവങ്ങളോ കുടുംബദൈവങ്ങളോ ഇഷ്ടദൈവങ്ങളൊന്നുമല്ല അന്ന് അവിടെ ഉണ്ടാകുന്നത്. ഇതൊക്കെ സാങ്കല്പികം മാത്രം. എന്നാൽ ഒരേ ഒരു ദൈവമുള്ളൂ. ആ ദൈവത്തിന് മുമ്പിലാണ് നാം ചെല്ലേണ്ടത്. നമുക്കെല്ലാവർക്കും കൂടി ഒരു ദൈവമേ ഉള്ളൂ. ഈ ബോധം മനുഷ്യൻ്റെ അകത്ത് വരുവാണെങ്കിൽ എന്തോരം സ്പർദ്ധ മാറിപ്പോയേനെ. അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ അടുത്ത ഭാഗമാണിന്ന് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ഹെഡിങ് കൊടുത്ത് നമ്മൾ ചിന്തിക്കുന്നത്. അതിപ്രകാരമാണ്: നമ്മുടെ പിതാക്കന്മാരുടെ നിയമത്തെ അശുദ്ധമാക്കേണ്ടതിന് നാം അന്യോന്യം ദ്രോഹം ചെയ്യുന്നത് എന്തിന്? നിയമത്തെ അശുദ്ധമാക്കുന്നവർ. നിയമത്തെ, ദൈവീകമായിരിക്കുന്ന കൽപ്പനകളാണ് ഇവിടെ നിയമങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നിയമങ്ങളെ, ഇപ്പം ഞാൻ കൽപ്പന ലംഘിച്ചാൽ ഞാൻ അശുദ്ധനാകും എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. പക്ഷെ ഞാനൊരു ലംഘനം ചെയ്യുമ്പോൾ ആ ലംഘന നിമിത്തം നിയമങ്ങൾ അശുദ്ധമാകുന്നു. അശുദ്ധമാകുക എന്ന വാക്കിന് അത് ദുർബലമാകുന്നു എന്നൊരു വാക്കുണ്ട്. അശുദ്ധിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വിശുദ്ധിക്ക് ഭയങ്കര ബലമുണ്ട്. ഭക്തിക്ക് ഭയങ്കര ശക്തിയുണ്ട്. എഗസ്കേൽ പ്രവചനത്തിൽ ഇങ്ങനൊരു വാക്കുണ്ട്: അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരാളും ബലപ്പെടില്ല. അകൃത്യം മനുഷ്യൻ്റെ മനോവീര്യം കെടുത്തും, മനുഷ്യൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കും, മനുഷ്യൻ്റെ വീര്യം കെടുത്തും. ഭയങ്കര ശക്തനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ പാപം, ലംഘനം, അകൃത്യം, കുറ്റങ്ങൾ മനുഷ്യനെ വീക്കാക്കി കളയും. അപ്പോൾ ലംഘനങ്ങൾ, കൽപ്പന ലംഘിക്കുമ്പോൾ അതിനെ അശുദ്ധമാക്കുക എന്നതിനെ ദുർബലമാക്കുക എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് 119 സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്: ദൈവമേ, അവർ നിൻ്റെ വചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. നിയമം ദുർബലമാകും, അശുദ്ധമാകും. എങ്ങനെയാണ്? നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിലൊക്കെ അവിടെയും ഇവിടെയൊക്കെ നിയമമുണ്ട്. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പൊതുവേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവിടെ കുറ്റകൃത്യങ്ങൾ ഇവിടത്തോളത്തോളം ഇല്ല, കുറവാണ്. പിള്ളേരൊക്കെ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞൊക്കെ, ജോലി കഴിഞ്ഞൊക്കെ പോരും, പഠിക്കാൻ പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾ. അപ്പോൾ ചോദിക്കും, മോളെ തന്നെ വരുമ്പോൾ കുഴപ്പമില്ല. ഇവിടെ ഒരു കുഴപ്പമില്ല, ഇവിടെ എത്ര മണിക്കും കുഴപ്പമില്ല എന്നാൽ ഈ പെൺപിള്ളേരെല്ലാം പറയുന്നേ. കാരണം അവിടെയും ദുരുദ്ദേശത്തോടെ നടക്കുന്ന ആൾക്കാരില്ലേ. പക്ഷെ അവിടെ ആളുകൾ നിയമത്തെ ദുർബലമാക്കുകയല്ല, അവിടുത്തെ ആളുകൾ നിയമത്തെ ബലവത്തായിട്ടാണ് കാണുന്നത്. ഇവിടെ ഈ നാട്ടിലൊക്കെ മിക്കവാറൊക്കെ നടക്കുന്നത്, നിയമപാലകർ പോലും നിയമലംഘനങ്ങൾ ചെയ്യുമ്പോൾ പുറകെ വരുന്ന ആളുകൾക്ക് ആ നിയമങ്ങൾ ഒരു സ്ട്രോങ് ആയി തോന്നിയാൽ, ഞാൻ പറയുന്നത് ശരിയല്ലേ? പക്ഷെ മറ്റിതര സ്ഥലങ്ങളിലെല്ലാം കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ, ഈ പിള്ളേരെ പോലും തല്ലുന്നതിൽ എത്രയോ പേര് പറയുന്നു ഇവിടെ ആ നിയമമുണ്ട്. പക്ഷെ അവിടെ പിള്ളേരെ ഒറ്റയ്ക്ക്, ഒരു പ്രായത്തിന് താഴെയുള്ള പിള്ളേരെ ഒറ്റയ്ക്ക് വീട്ടിലാക്കിയിട്ട് പോയാൽ അവരെ, അപ്പൻ കോപിഷ്ഠനായിരിക്കും, അമ്മ ദേഷ്യക്കാരിയായിരിക്കും. പക്ഷേ ഒരു തല്ലി സ്കൂളിലെങ്ങാൻ ചെന്ന് ശാരീരികമായിട്ട് എന്തെങ്കിലും ആ കുഞ്ഞിനെ മുഖം വാടിയിരിക്കുന്ന കണ്ട് ചോദിച്ചാലൊക്കെ ചിലപ്പോൾ അപ്പൻ്റെ കാര്യം പോക്കാം. അപ്പോൾ അവരാ നിയമത്തെ ഭയങ്കര സ്ട്രോങ് ആക്കി വെച്ചിരിക്കുക. ആര്? ഈ ലംഘിക്കാത്ത ആ രാഷ്ട്രമല്ല, അവിടുത്തെ ആളുകൾ. നമ്മുടെ വീട്ടിലും ദൈവത്തിൻ്റെ നിയമങ്ങൾ കേട്ടോ, രാഷ്ട്രത്തിൻ്റെ അതുപോലെ തന്നെ, പക്ഷെ ഇവിടെ വിഷയം ദൈവത്തിൻ്റെ ആണല്ലോ. ദൈവത്തിൻ്റെ നിയമങ്ങൾ മുതിർന്നവർ, അറിവുള്ളവർ അശുദ്ധമാക്കരുത്. കള്ളം പറയുന്നത് ശിക്ഷയ്ക്ക് കാരണമായി തീരുമെന്ന്, അല്ലെങ്കിൽ ഈ 2-ാമത്തെ അധ്യായമൊക്കെ താഴേക്ക് വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ. കുടുംബജീവിതത്തിൻ്റെ ഭദ്രത,
കുടുംബജീവിതത്തിനകത്തുള്ള കരുതൽ, അത് നിമിത്തം ഉണ്ടാകുന്ന പ്രശ്നം. അപ്പോൾ ആ നിയമത്തെ ഭയത്തോടെ കാണുക. അയ്യോ, ഞാനത് ചെയ്യില്ല. യോസേപ്പ് മിസ്രൈമിൽ ചെന്നപ്പോൾ ചെറുപ്പക്കാരനാണ്. പുത്തിപ്പേറിൻ്റെ ഭാര്യ കണ്ണു വെച്ചപ്പോൾ യോസേപ്പ് ഇല്ലില്ല, ഞാൻ പാപം ചെയ്തത്, എനിക്ക് ദൈവത്തെ ഭയമാണ്. അപ്പോൾ ആ നിയമത്തെ സ്ട്രോങ് ആക്കുന്ന ചിന്ത വീടിനകത്ത്, സഭയ്ക്കകത്ത് വ്യാപരിച്ചിരുന്നെങ്കിൽ നിയമത്തെ അടുത്ത ആളുകളുടെ മുമ്പിൽ ദുർബലമാകില്ലായിരുന്നു. സഹോദരനോട് ദ്രോഹം ചെയ്യരുത്, അവനെതിരെ അസൂയയോടെ പ്രവർത്തിക്കരുത്, അവനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുത്, അവനെ ആത്മീയത്തെ ചോർത്തിക്കളയരുത്. ഇതൊക്കെ ദൈവത്തിൻ്റെ നിയമങ്ങളാണ്. പക്ഷെ അത് പച്ചയ്ക്ക് നമ്മൾ വയലേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനെ എന്താ പറയുക, അതിനെ ലംഘിക്കുമ്പോൾ ആ നിയമങ്ങൾ അശുദ്ധമാകുക. നമ്മുടെ വീടിനകത്ത്, നമ്മുടെ കൂട്ടായ്മയ്ക്കകത്ത്, നമ്മുടെ സ്വന്തം മനസാക്ഷിക്കകത്ത് ദൈവത്തിൻ്റെ നിയമങ്ങളെ ഒരിക്കലും അശുദ്ധമാക്കരുത്. മറ്റുള്ളവർക്ക് ഭയമുളവാകത്തക്ക രീതിയിൽ ലംഘനം ചെയ്ത് ശിക്ഷാ നടപടി വന്നിട്ട് ശിക്ഷയല്ല പേടിക്കേണ്ടത്, ആ നിയമത്തെയാണ് ഭയപ്പെടേണ്ടത്. ഇപ്പോഴത്തെ പ്രവണത ശിക്ഷയാണ് പേടിക്കണം. അയ്യോ, ദൈവം ശിക്ഷിക്കും, അല്ലെങ്കിൽ അതിനകത്തുണ്ടാകുന്ന ആ ശിക്ഷയ്ക്കകത്തുണ്ടാകുന്ന നഷ്ടത്തെയാണ് പേടിക്കുന്നത്. പക്ഷെ നഷ്ടത്തെ അല്ല പേടിക്കേണ്ടത്, ശിക്ഷയല്ല പേടിക്കേണ്ടത്, ദൈവം പറഞ്ഞ വാക്കിനെ, അതിനെ അശുദ്ധമാക്കരുത്. അപ്പോൾ ദൈവം പ്രസാദിക്കും, രാഷ്ട്രം നേരോടെ നിലനിൽക്കും, കുടുംബം ഭദ്രമാകും, സഭകൾ ആത്മീയത്തിൽ സ്ട്രോങ് ആകും, നാം തന്നെ ഭക്തരാകും. ബാക്കി കാര്യം നിങ്ങൾ ഗ്രഹിച്ചെടുക്കുക. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വാക്കുകൾക്കായി സ്തോത്രം. നിയമത്തെ ദുർബലമാക്കുന്നത് ഞങ്ങൾക്കൊറ്റ വായനയിൽ ഗ്രഹിക്കാൻ പറ്റാത്തതാണ്. പക്ഷെ ഞങ്ങളത് ഭയങ്കരമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഒരുപാട് പേര് ശിക്ഷയെയാണ് ഭയപ്പെടുന്നത്. നിയമത്തെ ദുർബലമാക്കുക. കർത്താവേ, അങ്ങ് പറഞ്ഞ വാക്ക്, അപ്പൻ പറഞ്ഞ വാക്ക് സീരിയസ് ആണ്. ഒരിക്കലും അപ്പൻ്റെ വാക്കിനെ ദുർബലമാക്കില്ല. അങ്ങയുടെ കൽപ്പനകളെയും ചട്ടങ്ങളെയും ഒരിക്കലും അശുദ്ധമാക്കില്ല. അതുപോലെ ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കണം. അതിൻ്റെ ഗുണം ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ സഭ, ഞങ്ങളുടെ രാഷ്ട്രം, ഞങ്ങളുടെ നാട് ഒക്കെ അനുഭവിക്കട്ടെ. ഞങ്ങളതിന് മാതൃകയാകട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.